ഇവർക്ക് ചലഞ്ച് കൊടുത്തിരിക്കുകയാണ്, വേർഡ്സ് ചലഞ്ച്. പുളി വടിയമ്മ കയറി വടി പുളി കണ്ണും 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 കാത്തിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ ഊട്ടിയിലാണ് ഗൈസ് ഉള്ളത്. ഇന്ന് ഊട്ടിയിലേക്ക് ഡേയാണ്. അപ്പം ഫസ്റ്റ് തന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മെരി ക്രിസ്മസ്, മെരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ഫ്രണ്ട്സ്. ഇന്ന് ക്രിസ്മസും ആണ്. അപ്പോൾ ക്രിസ്മസ് ഞങ്ങൾ ഊട്ടിയിലാക്കി. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇന്നലത്തെ അതേ ഡ്രസ്സ് തന്നെ ആയിരിക്കും നിങ്ങൾ കാണുന്നത്. ഉള്ളിൽ വേറെ ടീഷർട്ട് ഉണ്ട്, പിന്നെ തണുപ്പായതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ കൂടെ ഹുഡി ഇട്ടതാണ് ഫ്രണ്ട്സ്. ഒരു ഹുഡി ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ ഹുഡി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എടുത്തിട്ടു. ഇതിനാണെങ്കിൽ ക്യാപ്പും ഉണ്ട്. ഇന്നലെ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നല്ല തണുപ്പായിരുന്നു, 12 ഡിഗ്രി. നടന്നപ്പോ എനിക്ക് തണുപ്പൊക്കെ സഹിച്ച് ഞാൻ നടന്നു. രാവിലെ എണീറ്റപ്പോ ഫുള്ള് തണുത്ത് രാവിലെ എണീറ്റപ്പോ എത്ര തണുപ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇന്നലെ രാത്രി എനിക്ക് തണുപ്പോണ്ട് ഞാൻ ബൈബിള് വായിച്ചിരുന്നു ഫ്രണ്ട്സ്. ശരി, ബൈബിള് വായിച്ച് തണുപ്പ് പറഞ്ഞു. ഞാൻ അറിയണത് തണുപ്പോണ്ട് എനിക്ക് ഉറക്കം വരില്ല, എനിക്ക് ബെഡിൽ കിടക്കാൻ പറ്റില്ല. കോടമഞ്ഞ് പുറകിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എവിടെ കൃഷിക്കാരെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. ഉണ്ടോ, താഴെ കൃഷിത്തോട്ടം കിടക്കുന്നുണ്ട്. കൃഷിക്കാര് എന്താ, അത് ക്യാരറ്റാണോ ബീട്രൂട്ട് എന്തോ ആണ്. കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരെ താഴെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്, വെക്കേറ്റ് ചെയ്തു. ഫ്രണ്ട്സ്, ഇവിടെ തൊട്ടടുത്തൊരു ഡാം ഉണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല. കയറി കഴിഞ്ഞാൽ 2 ചോട് നടക്കാനുള്ളൂ. പിന്നെ മാത്രല്ല ഫ്രണ്ട്സ്, ഞങ്ങൾ നേരെ ഇതിലല്ല, ഞങ്ങൾ ഇന്നലെ തിരിച്ചു വന്ന വഴിക്ക് പോയത്. ശരിക്കും ഊട്ടിക്ക് ഇങ്ങനെ കയറി പോകണം എന്നാണ്. ഇങ്ങനെ പോയിട്ട് അവിടെ എവിടെ ഇറങ്ങാം. അപ്പൊ ഈ റോഡായിരിക്കും ഇന്നലെ നമ്മൾ വന്നപ്പോ കാണിച്ചതില്. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഊട്ടി ടൗണിൽ എത്തിട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പൊ സമയം 12:15. അപ്പൊ പിള്ളേര് മാഗി ലഞ്ചും കൂടെ ഒന്നിച്ച് കഴിക്കുന്ന പരിപാടിയാണ്. ഫ്രണ്ട്സ്, ദിയമ്മോക്ക് സ്പ്രേ വേണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പോക്കറ്റ് മണി തന്നിട്ടുണ്ടായിരുന്നു പപ്പ. അപ്പം ഇത് അത്ര എന്തോ ആണ്. അപ്പം ഇത് ദിയമ്മോക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങി കൊടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ ടിക്ക ബിരിയാണി. എന്താ, നമ്മൾ ഊട്ടിയിൽ വന്ന് പിറ്റേ ദിവസം ലഞ്ച് കഴിക്കണം മിക്കവാറും ഇവിടെ നിന്ന്. പാസ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല റെസ്റ്റോറൻറ്റ് ഇതാണ്. അത് ഇവിടെ നിന്ന് കഴിക്കാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോ എന്ത് സാധാരണ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മളെ നാട്ടിൽ തണുപ്പ്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തണുപ്പ്. കുമ്പളൊത്തി എടുത്തേക്കാണ് നാണമില്ലാതെ നമ്മൾ എടുക്കാന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങൾ. ഞാൻ പറഞ്ഞതാ, അമ്മ ഒരു വലിയ ടീച്ചർ എടുത്ത് പപ്പനോട് എടുക്കട്ടെ. ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല, വിചാരിച്ചത് 2 3 ഞാൻ മോശം. എന്നിട്ട് അവര് പറഞ്ഞു എടുത്തു പറഞ്ഞു.
അമ്മ അത് എടുത്തിട്ട് ഇങ്ങനെ കമത്തി. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞു ഇത് എടുക്കരുതിട്ടോ പറഞ്ഞു അത് എനിക്ക് ഞാൻ ചെന്ന് ശരിയാണ് എടുത്തോട്ടെ എടുത്തെടുത്തോ ഇതെവിടെ പൈസ കൊടുത്തു വാങ്ങിയത്. ഇപ്പൊ ആ ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോക്കിണ്ടാവും. ഭയങ്കര ഇഷ്ടം. എന്നിട്ട് ഞാൻ എന്താ അറിയാട്ടെ, ഞാനിങ്ങനെ പോകുന്നു. അടിയാണ് അടി. എന്തിനാണ് അടിക്കുന്നത്? ഈ പൊട്ടച്ചില്ല് താഴണില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടിരിക്കാൻ സമ്മതിക്കണില്ല. ഫ്രണ്ട്സ്, ദിയമോക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം ഷെയ്ക്ക് വാങ്ങി കൊടുത്ത പപ്പ. ചോക്ലേറ്റ്സ് അമ്മ പണ്ട് ഇതേമാതിരി ഡയറി മിൽക്കിന്റെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്. ഇതിങ്ങനെ പണ്ട് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ കുറച്ച് ലൂസായി കഴിഞ്ഞാല് ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാം. ആദ്യം ടിഷ്യൂ കൊണ്ട് കൊണ്ട് തുടക്കണം. അതിനൊരു ഒട്ടലുണ്ട്, അത് കഴുകണമായിരുന്നു അല്ലേ? ഫ്രണ്ട്സ്, ഞങ്ങളപ്പോ ഊട്ടി ടൗൺ വിട്ടിരിക്കുന്നു. എന്നത്തെ പോലെ തന്നെ ഊട്ടി ടൗൺ വിടുമ്പോൾ ഉണ്ണിമോപ്പം ഒരു സങ്കടമാണ്. ഒരു ഊട്ടി വിട്ട് പോരാണല്ലോ എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ നമ്മളെ റോഡിലോട്ട് ഗൂഡല്ലൂർ റോഡിലോട്ട് കയറി ഇനിയിപ്പോ പതുക്കെ പതുക്കെ ഇങ്ങനെ പോവാല്ലേ. കൃഷിയിടങ്ങളൊക്കെ മിസ് ചെയ്യുന്നു ഉണ്ണിമോക്ക്. ദേവുനെന്താ ഊട്ടി വിടുന്നതിനോട് എന്താ അഭിപ്രായം? എനിക്ക് ഊട്ടിന്നിപ്പം നമുക്ക് പോവാനെത്ര നമുക്ക് പോണെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഊട്ടി വിടുമ്പോ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ഇനി അവിടെ എത്തി തണുപ്പൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവിടെ എത്തുമ്പോണ്ടാവും. ഹിന്ദുസ്ഥാൻ ഫോട്ടോ ഫിലിംസ് പണ്ട് ഫിലിം ഉണ്ടാക്കിയിരുന്ന കമ്പനിയാണ്. എച്ച് പിന്റെ പ്രിന്റർ ഉണ്ട്, എച്ച് പിന്റെ ലാപ്ടോപ്പ് ഉണ്ട്. എച്ച് പി ആ എച്ച് പി ആണ്. ആ ഒരു എച്ച് പിയിലെ പിന്നെ അവരാണ് ഫസ്റ്റ് നമ്മുടെ ഫിലിം ഇറക്കിയത്. ഫിലിം അല്ലേ, പണ്ടത്തെ ഫിലിം ക്യാമറയിൽ ഇടുന്ന ഫിലിം അത് ഇറക്കിയ എച്ച് പി ആണല്ലേ. എനിക്ക് ഓർമ്മയില്ല. ഫ്രണ്ട്സ്, ഞങ്ങളൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. ഊട്ടി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ തണുപ്പത്ത് ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാം. അവർക്ക് വേണ്ടായിരുന്നു. ദിയമ്മ ഉറങ്ങി, ഞങ്ങൾ മാത്രം പോയി ചായ കുടിച്ചിട്ട് വരാം. ദയവില്ലല്ലോ. ഫ്രണ്ട്സ്, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല ചായ, ഊട്ടി ചായ. തിരിച്ച് ഗൂഡല്ലൂർ തന്നെ എത്തിയിരിക്കുന്നു. പക്ഷെ ഗൂഡല്ലൂരിൽ ഇങ്ങോട്ട് ഞങ്ങൾ വന്നപ്പോ ഗൂഡല്ലൂർ ചൂടായിരുന്നു. പക്ഷെ ഇപ്പൊ വിടാത്തോണ്ടാണോ തണുപ്പുണ്ട്. ചെറുത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഒന്നും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. മാത്രല്ല ഞാനും അതെ. ഗൂഡല്ലൂരിൽ നമ്മൾ നാടുകാണി എത്തിയിട്ട് നാടുകാണിന്ന് വേണം. നാടുകാണി വേഗത്തും. നാടുകാണിന്ന് പിന്നെ താഴെ പോണം. നാടുകാണിയില് പിന്നെ കുറച്ചും കൂടി രസമുള്ള സ്ഥലമുണ്ട് കേട്ടോ, അട്ടി എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് ഞങ്ങള് വെറുതെ ഞങ്ങൾ അങ്ങോട്ടായിട്ടൊക്കെ പോവാറുണ്ട് വീട്ടിൽ നിന്ന്. ഫ്രണ്ട്സ്, അങ്ങനെ നാടുകാണി എത്തി. ഗൂഡല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടാകെ 11 കിലോമീറ്റർ ഉള്ളൂ. അതാണ് വേഗം. ഫ്രണ്ട്സ്, ഞങ്ങൾ വീണ്ടും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നമ്മുടെ പിള്ളേർ നല്ല കുട്ടികളായതുകൊണ്ട് അവർക്ക് ചായയും വേണ്ട, പലഹാരവും വേണ്ട, ഒന്നും വേണ്ട. കഴിക്കണേ ദേവ് കഴിക്കണില്ലേ? അവർക്ക് ചലഞ്ച് കൊടുത്തിരിക്കുകയാണ്. വേർഡ്സ് ചലഞ്ച്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. സ്പീഡിൽ 10 പറയണം. അയ്യോ, അതാണ് ചലഞ്ച്. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി കണ്ടു. മോള് പറഞ്ഞേ
സൈക്കിൾ റാണി പോലെ റോളി കണ്ടു. സൈക്കിൾ റാലി പോലെ റോളി കണ്ടു. ട്രോളി സൈക്കിൾ റാലി പോലല്ല റാലി പോലുള്ളൊരു ലോറി കണ്ടു അല്ലേ? റോലി റാണി കണ്ടു. ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി കണ്ടു. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാണി കണ്ടു. റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാണി കണ്ടു. 10 തത്ത ചത്തു, ചത്ത തത്ത സിമ്പിളാണ്. ആന അല്ലറ ആന അല്ലറലോടല്ലറ അത് സിമ്പിൾ. പുളി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. പുളി വടിയമ്മ കറി വടി പുളി പുളി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. പുളി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. സ്പീഡില് പറ. പുളി വടി കറി വടി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. പുളി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. പുളി വടിയമ്മ കറി വടി പുളിയമ്മ കറി. പുളി വടിയമ്മ കറി വടി പുളിയമ്മ കറി. പുളി വടിയമ്മ കറി പുളി വടിയമ്മ കയറി വടി പുളിയമ്മ കയറി. പുളി വടിയമ്മ കറി വടി പുളിയമ്മ കറി. അല്ല പുളി വടിയമ്മ കറി വടി പുളി. ബംഗ്ലാവാണോ അത്? മറ്റേ ഈ തേയിലേന്റെ എന്തോ സംഭവമാണ്. എന്തായാലും വെള്ളച്ചാട്ടം. രാത്രി ആകുമ്പോ ഇവിടെ എന്തായിരിക്കില്ലേ? അങ്ങനെ നമ്മൾ തമിഴ്നാട് കടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി നല്ല റോഡ്. മോളെ വാവേ വാവേ ഇവിടെ കേറിയോ? നിക്കിമോള് കേറിയോ? നിക്കിമോള് ഊട്ടിപ്പോയി വന്നു. ഇവിടെ ഡോറടക്ക്. ഇങ്ങോട്ട് വാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇട്ട സോക്സ് ആണ്. ഇപ്പോഴാണ് ഞാൻ ഓടുന്നത്. അയ്യോടാ സോക്സ് ഇപ്പൊ കാറ്റിട്ടത് ഇവിടെ ആണോ? ഞാൻ ഊരിയില്ലല്ലോ. ഇങ്ങനെ ഇത്രയും സമയം നീ സോക്സ് പിന്നെ തണുപ്പത്തിയ സോക്സ് ഇരി അടക്കാം. എന്റെ കാലൊക്കെ വേർത്ത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെയും കാത്ത് നിക്കിമോൾ ഉണ്ടായിരുന്നു. നിക്കിമോൾ പാവേ ഞങ്ങൾ കണ്ടിട്ട് ഭയങ്കര സന്തോഷായില്ല എനിക്ക്. കത്തി ഫ്രണ്ട്സ് അവിടെ വയറിളക്കി കിടക്കുന്നത് പിന്നെ കത്തിയില്ല. എന്താണ് ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ക്രിസ്മസ് രാത്രി ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് തലേരാത്രിയാണ് ക്രിസ്മസ് രാത്രി പറയില്ല, പക്ഷെ ക്രിസ്മസിന്റെ അന്ന് രാത്രി. അതെ. ഇനി ഇവിടെ പാട്ടും ബഹളമായിരിക്കും ദിയമ്മളൊക്കെ. ഗബ്രിയേലിന്റെ കാത്തിരുന്നു കണ്ണും ദൈവപുത്രം കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു കേട്ടിരുന്നു ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു.
അപ്പം ഞങ്ങൾ വന്നിറങ്ങിയപ്പോ തന്നെ എനിക്ക് ഇറങ്ങുന്നതിന് മുന്നേ എനിക്ക് കാറിൽ വന്നു അവൻ എനിക്ക് ഭയങ്കര സന്തോഷായി. അപ്പം നമ്മുടെ ഇന്നത്തെ ഞാനാകെ ക്ഷീണിച്ച പറഞ്ഞു ഊട്ടി പോയതോ ഒരു ദിവസത്തിനാ പോയത്, പക്ഷെ ഫീൽസ് ലൈക്ക് 7 ദിവസത്തിന് പോയ എനിക്കാണ് തോന്നുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലിനെ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇപ്പൊ വീണ്ടും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.